റോയിച്ച, ഇന്നലെ വൈദ്യുത നിയന്ത്രണം ഉണ്ടാകുമെന്ന് ഔദ്യോഗികമായി പറഞ്ഞ KCB ഇന്ന് അത് മാറ്റിയിരിക്കുകയാണ്. KCB അല്ല, വൈദ്യുത മന്ത്രിയാണ് പറഞ്ഞിരിക്കുന്നത്. സംസ്ഥാനത്ത് ലോഡ് ഷെഡിങ് ഇല്ല, പകരം ഉപഭോഗം കൂടുമ്പോൾ ട്രിപ്പ് ആവുന്നതാണ് പ്രശ്നമെന്നാണ്. ഇതിനെല്ലാം കാരണം മാധ്യമങ്ങളുമാണെന്ന് പറയുന്നത്. ഈ പഴിപറച്ചിൽ കൊണ്ട് മാത്രം ഇപ്പോഴത്തെ പ്രതിസന്ധി പരിഹരിക്കാൻ പറ്റുമോ? ഒന്നുകിൽ ഈ മന്ത്രി പറയുന്നത് വെളിവുകേടാണ്, അല്ലെങ്കിൽ വിവരക്കേടാണ്. മന്ത്രിക്ക് ഈ സാമാന്യ വിവരമില്ലാത്തതിൻ്റെ പ്രശ്നങ്ങളാണ്. കാരണം ഈ വേനൽക്കാലം ഉണ്ടാവുമെന്നും അതിനു വേണ്ടി മുൻകരുതൽ എടുക്കണമെന്നുള്ളതാണ് സാധാരണഗതിയിൽ കേരളത്തിലെ KCB കാലങ്ങൾ അത്രയും ചെയ്തുകൊണ്ട് വന്നത്. അത് ഇത്തവണ അങ്ങനെ ഒരു മുൻകരുതൽ എടുക്കാനോ അല്ലെങ്കിൽ അതിനാവശ്യമായ മാർഗങ്ങൾ കണ്ടെത്താനോ KCBയോ ഈ മന്ത്രിയോ ശ്രമിക്കാത്തതിൻ്റെ ദുരന്തമാണ് ഇപ്പം നമ്മൾ അനുഭവിക്കുന്നത്. ഈ അരമണിക്കൂർ ഈ ചൂട് കൂടിയ ഈ കാലത്ത് 40 ഡിഗ്രിക്ക് മേൽ ചൂടുള്ള സമയത്ത് നമ്മൾ കറണ്ടില്ലാതെ ഇരുട്ടത്തിരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയതിന് പ്രധാന കാരണം, മുഖ്യ കാരണക്കാരൻ ഈ മന്ത്രിയും ഈ മന്ത്രിസഭയും മന്ത്രിയുടെ കീഴിലെ വകുപ്പുമാണ് എന്നുള്ളത് നാട്ടുകാർക്കെല്ലാം ബോധ്യമായി. എന്നിട്ടും അദ്ദേഹം വിദ്യുച്ഛക്തി മന്ത്രി K കൃഷ്ണൻകുട്ടി ഇപ്പോഴും മാധ്യമങ്ങളെയാണ് കുറ്റപ്പെടുത്തുന്നത്. മാധ്യമങ്ങൾ ഇതൊന്നും പുറത്തു പറയരുത്, ഇതെല്ലാം മൂടി വെക്കണം, ജനങ്ങൾ ഇതൊന്നും അറിയരുത്, അവര് ചൂടുകൊണ്ട് വെന്തെരിയണം, ഇരുട്ടത്തിരിക്കണം, ഇതൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അത് കേൾക്കാനോ അത് പറയാനോ തൽക്കാല സൗകര്യമില്ല എന്നുള്ളതാണ് കേരളത്തിലെ ജനങ്ങൾ മാധ്യമങ്ങളും അദ്ദേഹത്തോട് തന്നെ പറയുന്നത്. കാരണം ജനങ്ങളെ വിവരം അറിയിക്കാൻ വേണ്ടിയാണ് മാധ്യമങ്ങൾ ഈ നാട്ടിൽ നിലനിൽക്കുന്നതും അത് ഭരണഘടനാ സ്ഥാപനത്തിന്റെ 5ാം തൂണായിട്ട് തന്നെയാണ് നമ്മൾ കരുതുന്നത്. അപ്പം മന്ത്രി ഈ പറയുന്ന തട്ടിപ്പുകൾക്ക് വളം വെക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾ തയ്യാറല്ലാത്തതുകൊണ്ടാണ് മന്ത്രി മാധ്യമങ്ങളെ ചീത്ത വിളിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സ്ഥിതി ഉണ്ടാകുമെന്ന് അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ നടത്താൻ എന്തുകൊണ്ട് KCBക്ക് കഴിഞ്ഞില്ല? മന്ത്രിയുടെ കീഴിലുള്ള വകുപ്പാണ്. KCBയെ കൊണ്ട് എന്തുകൊണ്ട് അത്തരം നടപടികൾ എടുക്കാൻ മന്ത്രി തയ്യാറായില്ല? മന്ത്രിക്ക് താല്പര്യമില്ല എന്നോ അല്ലെങ്കിൽ മന്ത്രി അതിനുവേണ്ടിയുള്ള ഒരു ശ്രമവും നടത്തിയില്ല എന്നതാണ് തെളിഞ്ഞിരിക്കുന്നത്. മന്ത്രി എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത് പവർ കട്ട് ഇല്ല എന്നും ലോഡ് ഷെഡിങ് ഇല്ല എന്നൊക്കെ മന്ത്രി പറയുന്നത്? ട്രിപ്പ് കൊണ്ടുണ്ടാകുന്നത് മാത്രമല്ലല്ലോ. ഇന്നലെ മന്ത്രിയുടെ കീഴിലുള്ള ഇലക്ട്രിസിറ്റി ബോർഡിന്റെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ പബ്ലിക് റിലേഷൻ വകുപ്പ് മേധാവി ഇന്നലെ പത്രങ്ങൾക്കും ജനങ്ങളുടെ ശ്രദ്ധയിലേക്കുമായിട്ട് ഒരു പ്രസ് റിലീസ് കൊടുത്തിരുന്നു. അതിനകത്ത് കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. അതിങ്ങനെയാണ് പറയുന്നത്: വൈദ്യുതി ആവശ്യകത ക്രമാതീതമായി ഉയർന്നാൽ പ്രസരണ വിതരണ ശൃംഖലയിൽ ഉണ്ടാകുന്ന കനത്ത സമ്മർദ്ദം കാരണം ഗുരുതരവും അപരിഹാര്യവുമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. അതിരൂക്ഷമായ സ്ഥിതിഗതികൾ ഉണ്ടാകുന്ന ഘട്ടങ്ങളിൽ ഗ്രിഡ് സ്ഥിരതയ്ക്കായി വൈകുന്നേരം 6 മുതൽ രാത്രി 12 വരെ 30 മിനിറ്റിൽ താഴെയുള്ള വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ സ്റ്റേറ്റ് ലോഡ് ഡെസ്പാച്ച് സെന്റർ ചീഫ് എഞ്ചിനീയർക്ക് ഉന്നതതല യോഗം അനുമതി നൽകി. സ്ഥിതിഗതികൾ ഉന്നത ഉദ്യോഗസ്ഥരുടെ സംഘം ഓരോ ദിവസവും വിലയിരുത്തും എന്ന് പറഞ്ഞാൽ എന്തുവാണ്? പേര് പലതായിരിക്കും, പക്ഷെ സംഭവം ലോഡ് ഷെഡിങ് ആണ്. പിന്നെ അല്ലാതെ നമ്മളെല്ലാം അനുഭവിച്ചല്ലേ. ഇന്നലെ മുതൽ കൃത്യമായിട്ട് ഇന്നലെ എൻ്റെ വീട്ടിൽ 8 മുതൽ 8:30 വരെ, 8:30 മുതൽ 9 മണിയായിരുന്നു പവർ കട്ട് ഉണ്ടായിരുന്നു. ഇതെല്ലാ വീടുകളിലും സംഭവിച്ചിട്ടുണ്ട്. 6 മണി മുതൽ കേരളം ഒട്ടാകെ എല്ലായിടത്തും അരമണിക്കൂർ ലോഡ് ഷെഡിങ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെ പവർ കട്ട് അല്ല എന്നും ലോഡ് ഷെഡിങ് അല്ല എന്നും വിവരിച്ചൊരു കാര്യമുണ്ട്. അതിന് മാധ്യമങ്ങളെ നിങ്ങൾ തന്നെ കുറ്റപ്പെടുത്തും. മാധ്യമങ്ങളല്ലല്ലോ കേരളത്തിലെ ഇലക്ട്രിസിറ്റി നിയന്ത്രിക്കുന്നത്. കേരളത്തിലെ വൈദ്യുതി ബോർഡിനെ നിയന്ത്രിക്കുന്നത് ഈ മന്ത്രിയും മന്ത്രിയുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരുമാണ്. അവരാണല്ലോ ഇത്തരം തീരുമാനങ്ങൾ നേരത്തെ എടുക്കേണ്ടിയിരുന്നത്. അതിനെന്തിനാണ് കുറ്റപ്പെടുന്നത്? നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞ കള്ളമെന്നുമായിരുന്നു. ഇനി ഇരുണ്ട കാലം ഒരിക്കലും ആവർത്തിക്കരുത്. കഴിഞ്ഞ 10 വർഷം ആയിട്ട് കേരളത്തിലെ കുഞ്ഞുങ്ങൾ പവർ കട്ട് എന്ന് പറയുന്നത് കേട്ടിട്ടില്ലായിരുന്നു. കുഞ്ഞുങ്ങൾ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ചൂടത്തിരുന്ന് ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഈ കള്ളക്കഥകൾ പറഞ്ഞ് ആരെ പറ്റിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്? എന്തിനാണ് ഇപ്പോഴും മന്ത്രി ലോഡ് ഷെഡിങ് ഇല്ല എന്ന് പറയാൻ ശ്രമിക്കുന്നത്? എന്തുകൊണ്ടാണ്? നിങ്ങൾ നാട്ടിൽ ലോഡ് ഷെഡിങ് നടപ്പാക്കിയിട്ടില്ല, ലോഡ് ഷെഡിങ് ഇല്ല എന്ന് പറഞ്ഞ് ആരെ പറ്റിക്കാൻ വേണ്ടിയാണ് പറയുന്നത്? നിങ്ങളത് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ പിഴവാണ്. ഇത് തന്നെയാണല്ലോ പ്രളയത്തിന്റെ കാര്യത്തിൽ സംഭവിച്ചത്. അത് ഈ മന്ത്രി തന്നെയാണ് പറഞ്ഞത്, അല്ലേ? മനുഷ്യനിർമ്മിതമായ പ്രളയം ഉണ്ടായി എന്ന് മന്ത്രിസ്ഥാനം കിട്ടാതിരുന്ന കാലത്ത് നാട് മുഴുവൻ നടന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന്റെ ഓഡിയോ പുറത്തു വന്നു. മന്ത്രി ഇപ്പൊ അങ്ങനെ ആ ഓഡിയോ പുറത്തു വിട്ട ആളിനെതിരെ ഒരു വക്കീൽ നോട്ടീസ് അയക്കാൻ പോലും ഈ മന്ത്രിക്ക് ധൈര്യം ഉണ്ടായിട്ടില്ല. അപ്പൊ ഇദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത്? ഇദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി എന്താണ്? നിങ്ങൾ നാട്ടിൽ കറണ്ട് കട്ട് നടപ്പാക്കിയില്ല എന്ന് പറയുന്ന ഒരു മന്ത്രി എങ്ങനെ വിശ്വസിക്കും? അപ്പൊ അതാണ് ശരിക്കും ഒരു സത്യപ്രതിജ്ഞാ ലംഘനം കൂടിയാണ് നടത്തുന്നത് അദ്ദേഹം. നാട്ടുകാരോട് കള്ളം പറയുകയാണ്.
പിന്നെ ഒരു പ്രശ്നം കൂടെ പറയുന്നുണ്ട്. കേരളത്തിൽ വന്ന പുതിയ ജലവൈദ്യുത പദ്ധതികളെല്ലാം പരിസ്ഥിതി സംരക്ഷകർ തടസ്സപ്പെടുത്തിയതും ഈ പ്രതിസന്ധിക്ക് കാരണമാണെന്ന്. മന്ത്രി പറയുന്ന കേട്ടാ തോന്നും ഈ വേനലിന്റെ തൊട്ടു മുമ്പാണ് ഈ പദ്ധതി എല്ലാം തടസ്സപ്പെടുത്തിയെന്നാണ്. അല്ല, ഞാൻ പറഞ്ഞ നിങ്ങളുടെ കയ്യിൽ കഴിഞ്ഞ 5 വർഷം, ഈ 5 വർഷമായിട്ട് ഇരിക്കുന്ന ഒരു മന്ത്രിയായി ഇത് പറയുന്നത്. നിങ്ങൾ കേരളത്തിൽ ഒരു മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ നിങ്ങൾ എന്ത് നടപടി ചെയ്തു എന്നുണ്ടല്ലോ. നിങ്ങൾ ഇതിനു വേണ്ടി എന്ത് നടപടിക്രമങ്ങൾ ചെയ്തു? ചെറുകിട ജലവൈദ്യുത പദ്ധതികൾ നടപ്പാക്കാൻ നിങ്ങൾ ശ്രമിച്ചോ? അല്ലെങ്കിൽ സോളാർ വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എന്ത് നടന്നു? സർക്കാർ ഓഫീസുകളുടെ മുകളിൽ പോലും സോളാർ സ്ഥാപിച്ച് അങ്ങനെ ഒരു സോളാർ വിപ്ലവത്തിന് നിങ്ങൾ എന്ത് ശ്രമിച്ചു? അങ്ങനെയുള്ള ഒരു കാര്യവും ഈ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഈ ബെടായി വന്നിരുന്ന ക്യാമറയുടെ മുമ്പിൽ നിന്ന് പറയുന്നതല്ലാതെ മന്ത്രിയായിട്ട് എന്ത് നടപടി എടുത്തു എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ. നിങ്ങളുടെ ഉത്തരവാദിത്വം നിറവേറ്റാത്തതുകൊണ്ടാണ് ഇന്ന് കേരളത്തിലെ ജനങ്ങൾ ബുദ്ധിമുട്ട് വരുന്നത്, ഇല്ലേ? ഇപ്പൊ ഈ ഒരു ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അക്ഷന്തവ്യമായ തെറ്റുകളുടെ ദുരിതം അനുഭവിക്കുന്ന ആരാണ്? ഈ സാധാരണക്കാരാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ പറയുന്നത്, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 25 വർഷത്തേക്ക് നടപ്പാക്കിയിരുന്ന ദീർഘകാല കരാർ, വൈദ്യുതി കരാർ, പുറത്തുനിന്ന് വാങ്ങുന്ന വൈദ്യുതി കരാർ 4 രൂപ 29 പൈസയ്ക്ക് വാങ്ങിയിരിക്കുന്ന കരാർ റദ്ദാക്കി. എന്നിട്ട് അതിന്റെ നേരെ ഇരട്ടി വിലയ്ക്ക് വാങ്ങുന്നു. ഇതൊക്കെയാണ് ഈ മന്ത്രിയുടെ ഭരണകാലത്ത് നടന്ന കാര്യം. അപ്പൊ അതെന്തിനു വേണ്ടിയായിരുന്നു എന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ടോ? അപ്പൊ അങ്ങനെയുള്ള ദുരിതത്തിലാക്കിയതിനു ശേഷമാണ് വന്നിരുന്ന് ഈ വർത്തമാനം പറയുന്നത്. അവിടെയാണ് അതിനൊക്കെയുള്ള മറുപടിയാണ് 4-ാം തീയതി കേരളത്തിലെ ജനങ്ങൾ കൊടുക്കാനായിട്ട് പോകുന്നത്. ഒരു ഉത്തരവാദിത്വം നിർവഹിക്കാതെ വന്നിരുന്ന ജനങ്ങളെയും മാധ്യമങ്ങളെയും കുറ്റപ്പെടുത്തുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്തില്ല, അതിന് ദുരന്തമാണ് ജനങ്ങൾ അനുഭവിക്കുന്നത്. ഈ ദുരന്തം മാറണമെങ്കിൽ ഒന്ന് മഴ പെയ്യണം, അത്രേ ഉള്ളൂ. അതിന് ഇതിന് കുറ്റപ്പെടുത്താനായിട്ട് പറയുന്ന ന്യായങ്ങളാണ് പശ്ചിമേഷ്യയിലെ യുദ്ധം, പിന്നെ എന്താണ് ഈ ഇൻഡക്ഷൻ കുക്കറിന്റെ വ്യാപനം, പിന്നെന്താണ് വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ടല്ലോ, പിന്നെ അതിനും മാധ്യമങ്ങളെയാണ് കുറ്റപ്പെടുത്തുന്നത്. അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾ മുൻകൂട്ടി ഒരു തരത്തിലുള്ള തയ്യാറെടുപ്പ് നടത്താതെ വന്നതിന് ശേഷം ജനങ്ങളെ കുറ്റപ്പെടുത്തുക. ഇനി ഇതിന്റെ ആഫ്റ്റർ എഫക്ട് വരാൻ പോകുന്നത് എവിടെയാണ്? ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ വൈദ്യുതി ചാർജ് കൂട്ടും, ഇല്ലേ? പുറത്തുനിന്ന് വലിയ തോതിൽ പൈസ കൊടുത്ത് വാങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ വിലയുടെ ജനങ്ങളുടെ പെടലിക്കാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു ഉത്തരവാദിത്വം നിർവഹിക്കാതെ ഈ കഴിഞ്ഞ 5 വർഷം ഇത് ഉറങ്ങിയതിന് ശേഷം വന്നിരുന്ന് ജനങ്ങളെ ഉത്ബോധിപ്പിക്കാനായിട്ട് വരികയാണ്, മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തുകയാണ്. ഈ മനുഷ്യന്റെ പണി ചെയ്തില്ല. ഈ കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന മന്ത്രി ജനങ്ങളെ ഏൽപ്പിച്ച പണി ചെയ്തില്ല. പണി ചെയ്യാതെ വന്നിരുന്നാണ് ഈ കുറ്റപ്പെടുത്തൽ നടത്തുന്നത്.